നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന നേതൃമാറ്റത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വം അസംതൃപ്തരാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കത്തോലിക്ക സഭയുടെ നിർദ്ദേശപ്രകാരം ഒരു KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഉദ്യമിച്ചു എന്നുള്ള വാർത്തകളാണ് ലീഗ് നേതൃത്വത്തെ അസംതൃപ്തരാക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെതിരെ വലിയ തോതിൽ വർഗീയ വിദ്വേഷം ചൊരിയുന്ന കാസ എന്ന തീവ്ര ക്രൈസ്തവ സംഘടനയെ കത്തോലിക്ക സഭ മേലധ്യക്ഷന്മാരാണ് പോറ്റി വളർത്തുന്നതെന്നും അവർക്ക് സഹായം നൽകുന്നതെന്നുമുള്ള പരാതി അല്ലെങ്കിൽ ആരോപണം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലുണ്ട്. കാസയെ ഒരിക്കലും കത്തോലിക്ക സഭ തള്ളിപ്പറഞ്ഞിട്ടില്ല. മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം വർഗീയ പ്രചരണങ്ങൾ BJPയുടെ തോളിൽ കൈയിട്ട് നടത്തുന്ന കാസയെ സംരക്ഷിക്കുന്ന കത്തോലിക്ക മതമേലധ്യക്ഷന്മാർ എന്തിനാണ് KPCC അധ്യക്ഷനെ നിയമിക്കുന്ന കാര്യത്തിൽ ഇടപെടുന്നത് എന്നാണ് ലീഗ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ലീഗിൻ്റെ അണികൾ ഈ കാര്യത്തിൽ വലിയൊരു സമ്മർദ്ദം ലീഗിൻ്റെ ചുമലിൽ ഏൽപ്പിക്കുന്നുണ്ട്. ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ ലീഗിൻ്റെ അണികൾ പൊതുവെ മുസ്ലിം വർഗീയ സംഘടനകളെ ചേക്കേറുന്നു അല്ലെങ്കിൽ അവരോട് ആഭിമുഖ്യം കാണിക്കുന്നു എന്നുള്ള ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി മുസ്ലിം ലീഗ് നേരിടുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അണികളെ തൃപ്തിപ്പെടുത്തുക ഇപ്പോൾ ആ പാർട്ടിക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പണ്ട് പാണക്കാട് ഒരു കൽപ്പന വന്നാൽ മുസ്ലിം ലീഗിലെ എല്ലാവരും താഴെ മുതൽ മുകളിൽ വരെയുള്ളവരെല്ലാവരും അത് കണ്ണുമടച്ചനുസരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. മാറിയ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെയും അണികൾ ചോദ്യം ചെയ്തു തുടങ്ങി. എന്നു മാത്രമല്ല, പലപ്പോഴും തീവ്ര മുസ്ലിം സംഘടനകളുമായി അനുഭാവം പുലർത്തുന്ന നിലപാട് മുസ്ലിം ലീഗ് അണികൾ എടുക്കുന്നുമുണ്ട്. അത് ലീഗിനെ ശരിക്കും വിഷമവൃത്തത്തിലാക്കി. പൊതുവെ ഒരു മതേതര ചേരിയോട് അടുത്തു നിൽക്കുന്ന നേതൃത്വമാണ് ലീഗിനുള്ളത് എന്നതുകൊണ്ട് തന്നെ ലീഗ് അണികളുടെ ഇത്തരം ചില മാറ്റങ്ങൾ, ചാഞ്ചാട്ടങ്ങൾ ലീഗ് നേതൃത്വത്തെ അസംതൃപ്തരാക്കി അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. അപ്പോഴാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ KPCC അധ്യക്ഷ നിയമനത്തിൽ ഇടപെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് ലീഗിനെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറഞ്ഞ ആളുകളെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും ആശാസ്യമായ നടപടിയല്ലെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത്. സണ്ണി ജോസഫിനോടോ ആന്റണിയോടോ ഒന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ കത്തോലിക്ക സഭാ നേതൃത്വം അവരുടെ പേർ മുന്നോട്ട് വച്ചത് തങ്ങൾക്ക് വളരെ രാഷ്ട്രീയപരമായി വലിയൊരു പ്രതിസന്ധി, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. കാരണം കാസ പോലുള്ള സംഘടനകളെ പരസ്യമായും രഹസ്യമായും പിന്തുണയ്ക്കുന്ന ഈ മതമേലധ്യക്ഷന്മാർ KPCC അധ്യക്ഷന്റെ നിയമന കാര്യത്തിൽ ഇടപെടുന്നത് മുസ്ലിം ലീഗ് അണികൾക്കിടയിൽ വലിയ എതിർപ്പും വെറുപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരോട് ലീഗിന് മറുപടി പറയാൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇടപെടലിനെ ലീഗ് എതിർക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കവേ എന്തിനാണ് കത്തോലിക്ക സഭ നേതൃത്വന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ മത നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെട്ടതെന്നും ഇതിൽ തങ്ങൾക്ക് എതിർപ്പുണ്ടെന്നുമുള്ള സൂചനകൾ ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ക്രൈസ്തവ പിന്തുണ അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കത്തോലിക്ക സഭ പറഞ്ഞത് കേട്ടു എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ ലീഗിനെ ബോധ്യപ്പെടുത്തിയത്. എന്നാലും ക്രൈസ്തവ നേതൃത്വത്തിൻ്റെ കോൺഗ്രസിലെ ഇടപെടൽ ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ലീഗ് ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന ആളും. കോൺഗ്രസിൻ്റെ നേതാവ് ആരാണെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ, അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് ലീഗ് മാറി നിൽക്കുമ്പോൾ കത്തോലിക്ക സഭയും ക്രൈസ്തവ മത നേതൃത്വവും KPCC അധ്യക്ഷനെ നിയമിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് ലീഗിന് മുഖത്തേറ്റ അടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അസംതൃപ്തി, ആ എതിർപ്പ് ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും ലീഗിന്റെ പ്രതിസന്ധി ഇതാണ്. കാസ പോലുള്ള തീവ്ര സംഘടനകളെ പിന്തുണയ്ക്കുന്ന മതമേലധ്യക്ഷന്മാർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടപ്പോൾ തങ്ങൾക്ക് തങ്ങളുടെ അണികൾക്ക് മുന്നിൽ മറുപടി ഇല്ലാതായി. ഇതാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ഏതായാലും ലീഗിന്റെ അസംതൃപ്തി ഇനിയും പുകഞ്ഞാൽ അത് കോൺഗ്രസിനെ വിഷമവൃത്തത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.